ഹലോ കൂട്ടുകാരെ, ഞാനിന്നൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ചിലപ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാവരും പച്ചക്കറിയൊക്കെ മേടിക്കില്ലേ? അപ്പോൾ പച്ചക്കറി മേടിച്ച് വന്നപ്പോൾ അതിൽ ഉരുളൻകിഴങ്ങ് മുളച്ച് വന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും മുളച്ച് വന്നിട്ടുള്ള ഉരുളൻകിഴങ്ങ്. അപ്പോൾ ഞാനതൊന്ന് മുറിച്ചിട്ട് നട്ട് നോക്കി. നമ്മുടെ അവിടെ കാലാവസ്ഥയിൽ ഉണ്ടാവുമോ അറിയില്ലല്ലോ. അപ്പം ഞാനത് മുറിച്ച് നട്ട് നോക്കി. അപ്പോൾ അത് ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടാണ് ഞാൻ നട്ടത്. അതിൽ 3-4 വശത്ത് ഇങ്ങനെ മുളകളുണ്ടായിരുന്നു. അപ്പോൾ നട്ടപ്പോൾ അത് ഞാൻ കുഴിച്ചിട്ടു. ഇനി ഇത് ഉണ്ടാവുമോ അറിയില്ല, പക്ഷേ ഇപ്പോൾ അത് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാനിങ്ങനെ ഉള്ളി സവാളയൊക്കെ ആൾക്കാർ മുളച്ചിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഉരുളൻകിഴങ്ങ് മുളച്ചിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ തന്നെ ഈ ഇതിൽ വീഡിയോ പിടിക്കുന്നതിൻ്റെ കുറേ അപാകതകളുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേന കണ്ട, ഇതാണ് ഉരുളൻകിഴങ്ങിൻ്റെ. ഇതിന് മുളകൾ വന്നിട്ട് ഒരു ഉരുളൻകിഴങ്ങിന് 4 സൈഡിൽ ഇങ്ങനെ മുളകൾ വന്നപ്പോൾ അതിങ്ങനെ മുറിച്ച് കഷ്ണിച്ചിട്ട് ഇങ്ങനെ നട്ടു. അങ്ങനെ 4 പക്ഷേ നന്നായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കാണിച്ചു തരാം. ഇത് എൻ്റെ വീടിൻ്റെ മുകളിൽ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ്. പക്ഷെ അപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഈ ഉരുളൻകിഴങ്ങിന് അങ്ങനെ വെള്ളം അധികം നിൽക്കാൻ പാടില്ല എന്ന്. അപ്പോൾ വെള്ളം അധികം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ മുന്നൊക്കെ നമ്മുടെ ഈ കേബിളിലൊക്കെ വരുന്നതിന് മുന്നേ നമുക്കിങ്ങനെ ഡിഷ് ചാനലൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആ കുടയുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ അവിടെ ചെരിഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ചോട്ടിലേക്ക് ഞാൻ വെച്ചു. അപ്പോൾ കണ്ട 4 തൈകൾ. അതിപ്പോൾ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ എന്താ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. ഞാനൊരു അടുത്ത് പാകമാകുമ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇതിന് എത്ര കാലമാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് വിളവെടുക്കുമ്പോൾ ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ.